മലയാള മനോരമ ന്യൂസ് പേപ്പറിൽ കണ്ട ഒരു വാർത്തയാണ് ഞാൻ ഇന്ന് പറയുന്നത്. കൗതുകമുണർത്തുന്നതും എന്നാൽ വിഷമം തോന്നുന്നതുമായ ഒരു രണ്ട് മൂന്ന് വാർത്തകൾ ഒന്നിച്ച് മനോരമ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ സാധാരണ ഇങ്ങനത്തെ വാർത്തകളൊന്നും വായിക്കാറില്ല, പക്ഷേ എൻ്റെ മകനാണിതുകൊണ്ട് ഇതൊന്ന് വായിച്ചു നോക്കുമെന്ന് പറഞ്ഞ് കൊണ്ട് കാണിച്ചത്. അതിൽ ആദ്യത്തെ വാർത്ത ഒരു അമ്മയുടെ മടിയിലിരിക്കുന്ന ഒരു കുട്ടിയെ ഒരു കുരങ്ങൻ തട്ടിക്കൊണ്ടു പോകുന്നതും അത് അത്ഭുതകരമായ ആ കുട്ടി രക്ഷപ്പെടുന്നതുമായിട്ടുള്ള വാർത്തയാണ്. ഈ ന്യൂസ് ഞാൻ മെറ്റ AI വഴി ഒരു ചെറിയ വീഡിയോ ആക്കിയിട്ടിട്ടാണ് ഇത് പറയുന്നത്. നമ്മളും AI ഒക്കെ ഈ കാലത്ത് നമ്മളും ചെറുതായിട്ടൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണമല്ലോ, ന്യൂ ജനറേഷൻ്റെ കൂടെ നമ്മളും പോകണ്ടേ, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നമ്മുടെ മധ്യ കേരളത്തിലൊന്നും അങ്ങനെ കുരങ്ങന്മാർ സുലഭമായി കാണാറില്ലെങ്കിലും ചില പഴയ കാവുകളിലും പരിസരത്ത് ഇപ്പോഴും കുരങ്ങുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ മനുഷ്യനെ ആക്രമിച്ച് ഞാൻ കണ്ടിട്ടില്ല. നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇത് നോർത്ത് ഇന്ത്യയിൽ നടന്ന സംഭവമാണ്. എന്നാൽ ഇതിൻ്റെ അത്ഭുതം എന്നാന്ന് വെച്ചാൽ കുട്ടിയുടെ ഡയപ്പർ ഒരു സേഫ്റ്റി ജാക്കറ്റായിട്ട് ആ കിണറ്റിൽ പൊങ്ങിക്കിടന്നു കുട്ടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. കുട്ടിയെ കുരങ്ങ് അമ്മയുടെ മടിയിൽ നിന്ന് തന്നെ വലിച്ചുകൊണ്ട് പോവുകയാണ്. അമ്മയ്ക്ക് പിടിക്കാൻ പറ്റി കാണില്ല. പക്ഷേ ഈ മനോരമ അതിൽ കൂടെ തന്നെ അതിൽ ദാരുണമായൊരു വാർത്ത കൂടെ കൊടുത്തിട്ടുണ്ട്. ഒരു കുരങ്ങൻ്റെ കയ്യിലൊരു പൂമാല എന്ന് നമ്മൾ പറയുന്ന പോലെ കുരങ്ങൻ്റെ കയ്യിൽ കിട്ടിയ കുട്ടി കിണറ്റിൽ വീണെങ്കിലും അത് രക്ഷപ്പെട്ടു. പക്ഷേ ഒരു സ്വന്തം പിതാവിൻ്റെ കയ്യിലിരിക്കുന്ന കുട്ടി ദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്യുന്ന വാർത്ത സെയിം കോളത്തിൽ തന്നെ മനോരമ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ലോകത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? കുരങ്ങിനേക്കാൾ മോശമാണോ മനുഷ്യൻ്റെ സ്വഭാവം? മൃഗമായിട്ട് വരികയാണോ? പണ്ട് കുരങ്ങിൽ നിന്ന് നമ്മൾ പുനർജനിച്ചതെന്ന് പറയുന്നെങ്കിൽ ഇപ്പം നമ്മൾ തിരിച്ച് കുരങ്ങിൻ്റെ വർഗത്തിലേക്ക് പോവുകയാണോ, മൃഗവർഗത്തിലേക്ക് പോവുകയാണോ എന്ന് തോന്നിപ്പോകുന്ന ഒരു ദാരുണമായ വാർത്തയും കൂടെ കണ്ടതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ആ കോളത്തിൽ തന്നെ മനോരമ മറ്റൊരു വാർത്ത കൂടി കൊടുത്തിട്ടുണ്ട്. MBBSന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സ്വന്തം കാല് സ്വയം മുറിച്ച് കളയുന്ന ഒരു കുട്ടിയുടെ 17-18 വയസ്സുള്ള ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാനേ പറ്റുന്നില്ല.